ഹലോ അസ്സാം വലൈക്കും. അപ്പം ഇന്ന് നമുക്കൊരു ബിരിയാണിയുടെ റെസിപ്പി കണ്ടാലോ. അപ്പോൾ നമ്മളിതാ 4 സബോള ബിരിയാണിയുടെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 4 സബോള ഇവിടെ എടുത്തിട്ട് വാടാൻ വെച്ചിരിക്കുക കേട്ടോ. ശേഷം ഒരു 7 പച്ചമുളക് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കനപ്പാ 2 കിലോ. അതിക്കിപ്പോൾ എന്തൊക്കെ ഇട്ടത്? 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി. അപ്പോൾ ഇനി ബാക്കി ചിക്കൻ മസാല. ഇത് ലേശം ചിക്കൻ മസാല അല്ലേ. 1 സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 1.5 സ്പൂൺ. ഇതെന്താ? 100 ഗ്രാം 50 ഗ്രാം കോൺഫ്ലവറിൻ്റെ പൊടി. പകുതിയില്ലേ? നന്നായിട്ട് മിക്സ് ചെയ്യാം അല്ലേ. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നീരിലപ്പാ 10 മിനിറ്റോ? ഇനി ഇതവിടെ അത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 4 തക്കാളി. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മസാലപ്പൊടികളൊക്കെ. ഓക്കെ. വേപ്പിൻ്റെ ഇല 2-3 വേപ്പിൻ്റെ ഇല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ മസാലയുടെ പൊടി 1 സ്പൂണ് കാശ്മീരി ചില്ലിപ്പൊടി 2 സ്പൂണ്. പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി. ബിരിയാണി മസാല അല്ലേ. ഇതിലിപ്പോൾ എന്തൊക്കെ ഉണ്ട് ബിരിയാണി മസാലയിൽ? ഇതിൽ മസാല എല്ലാം പൊടിച്ചതാക്കിയത്. ഇപ്പോൾ വെള്ളം ഒഴിച്ചോ? ഇത് മൂടിയിട്ട് നന്നായിട്ട് ഇതിൻ്റെ മൂടിയെടുത്ത് നന്നായിട്ട് അടച്ചു വെക്കുക. അപ്പോൾ ഒന്ന് വെന്തേറ്റ ശർക്കിയിട്ട് ചിക്കൻ പൊരിക്കുക. ശരി. ാണ് 2 ഉള്ളി എടുത്തിട്ട് പൊരിക്കുക. അവിടെ അങ്ങനെ ഉള്ളിയായിട്ടോ. അണ്ടിപ്പരിപ്പും മുന്തിരി ഇതാ വറുത്തെടുക്കുക. ഇവിടെ അതാ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും വേപ്പിൻ്റെ ഇലയും നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ചിക്കൻ പൊരിക്കാൻ പോവാണ്. അവിടെ ചിക്കൻ പൊരിക്കാൻ പോവാട്ടോ. ആ മസാലയിൽ മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. ഇതിപ്പോൾ അതാ നമ്മൾ പൊരിച്ചെടുത്ത ചിക്കൻ ആ മസാലയിൽ ഇട്ട് കൊടുക്കുകയാണ്. അടുത്ത ട്രിപ്പ് ഇടുക കേട്ടോ ചിക്കൻ. ഇതവിടെ കുറച്ച് നാടൻ കോഴി ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് മസാല ആക്കിയിട്ട് എടുക്കാം. ഇതിവിടെ വേവിച്ച് വെച്ചതാട്ടോ ഓൾറെഡി. നമ്മൾ ചിക്കൻ പൊരിച്ച ഫുള്ള് ഇത് അവിടെ മസാല ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ചോറുക്കുള്ള പൈനാപ്പിൾ കട്ട് ചെയ്യാം.
എത്ര കിലോ അരി ഉണ്ടാവും? ഇത് 1.5 കിലോ അരി ഉണ്ടാവും. 1.5 കിലോ അല്ലേ? നിങ്ങൾക്ക് കാടുണ്ടോന്ന് അറിയില്ല, അത് ഫുള്ള് പുകയായിട്ട് ഇത് മനസ്സിലാവണില്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ നെമ്മിലിട്ട് വെച്ച മസാല തിളക്കിക്കൊണ്ടിരിക്കുകയാണ്. റൈസ് വെക്കാൻ പോവാ കേട്ടോ. ഡാൽഡ പാക്കറ്റ് ഫുള്ള് ഡാൽഡ കേട്ടോ. ഒരു പാക്കറ്റ് ഫുള്ള് ഡാൽഡ കേട്ടോ. ഒരു പാക്കറ്റ് ഫുള്ള് 200 ഗ്രാം. 200 ഗ്രാമില്ലേ? പട്ട, ഏലക്കായ, ഗ്രാമ്പു, പിന്നെ അതാ പെരുംജീരകം ഇട്ടു കേട്ടോ. വെള്ളം ഒഴിക്കുക. 1.5 കപ്പ് അരിക്ക് അതിന് ഇനി ഒരു പാത്രം കൂടി എടുക്കും. ഇപ്പം എത്ര വെള്ളം ഒഴിച്ചു? ഇപ്പം എത്ര വെള്ളം ഒഴിച്ചു? 1.5 കപ്പ് അരിക്ക് 2 പാത്രം വെള്ളം അല്ലേ? 1.25 പാത്രം വെള്ളം. 1.25 പാത്രം അല്ലേ? പാകത്തിന് ഉപ്പ്. നമ്മൾ അരി ഇട്ടു കേട്ടോ. ഇതിപ്പോ എന്താ അരി വേവിക്കാൻ വേണ്ടിട്ട് ഇതെന്താ ചെയ്തിരിക്കുന്നു? ഇപ്പൊ ഒരു 3/4 വേവില് അങ്ങനെ 3/4 വേവിലല്ലേ? ഇനി ദമ്മിടണല്ലേ? ഇടാൻ പോവാ. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ദമ്മിടുള്ളൂ. നമ്മൾ പകുതി വേവിൽ ഇതാ റൈസ് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ നമ്മളിതാ റൈസ് ആ മസാലയിലാക്കി വെച്ചിട്ടുണ്ട്. ചേക്കാൻ പോവാട്ടോ. ഇവിടെ നാടൻ കോഴി ഇതാ പൊരിക്കാൻ പോവാട്ടോ. നമ്മളത് ചോറ് ഇവിടെ ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ നാടൻ കോഴി പൊരിക്കാൻ പോവാണ്. നമുക്ക് ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഗൈസ് ഇതാ നമ്മൾ ചെമ്പ് പൊട്ടിച്ചിട്ടോ. ഇനി ബിരിയാണി എങ്ങനെയുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്തൊക്കെ. കഴിക്കാറായി ഗൈസ്. നമ്മളെ ബിരിയാണി ഇവിടെ സെറ്റായിട്ടോ. ഇനി ഞാൻ അതൊന്ന് കഴിച്ചോക്കട്ടെ. സൂപ്പർ ബിരിയാണി പറഞ്ഞാൽ സൂപ്പർ ബിരിയാണി. ഇപ്പം അടുത്തൊന്നും ഞാൻ അങ്ങനെ ഒരു ബിരിയാണി കഴിച്ചിട്ടില്ല. അത്രക്കും നന്നായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ബിരിയാണി കഴിച്ചിട്ട് ബിരിയാണിയൊക്കെ ദഹിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു നാരങ്ങ സോഡ ഒക്കെ കുടിക്കാൻ പോകണ്ടേ. അപ്പം ഇനി നാരങ്ങ സോഡ ഒക്കെ മേടിക്കാൻ പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.